ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ്. അതായത് സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. നമ്മൾ രാവിലെ കൊണ്ടുവന്ന് വെച്ചാണ്. വൈകുന്നേരത്ത് ചെക്ക് ചെയ്യുമ്പോഴും വണ്ടി സ്റ്റാർട്ടിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. ബാറ്ററിയും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, പുതിയ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണത്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങളിൽ മുമ്പ് നമുക്ക് അതിനകത്ത് 1 മാസം കണ്ടായിരുന്നു തോന്നുന്നു, നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട്. അത് നമുക്ക് ക്ലച്ചിനകത്ത് വരുന്ന ബെൻഡെക്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ ആയിരുന്നു. അത് മാറ്റിയിട്ടപ്പോൾ ആ പ്രോബ്ലം തീർന്നു. അത് മാത്രമാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നേക്കുന്ന വർക്ക് കേട്ടോ. അത് ഇന്നുമല്ല, 1 മാസം മുമ്പ്. ഇപ്പോൾ നമുക്ക് വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വീണ്ടും യാതൊരുവിധ കംപ്ലയിൻറ്റും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ സ്ലോ സ്പീഡൊക്കെ ഒരല്പം കുറവുണ്ട്. അത് കറക്റ്റ് ചെയ്ത് ട്യൂണിങ്ങിലേക്ക് ആക്കിയിടാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. പ്രത്യക്ഷത്തിലൊരു കംപ്ലയിൻറ്റ് കാണാതെ കൊണ്ട് നമുക്കത് എന്തിൻ്റെ ആണെന്നുള്ള ദിവസം അറിയാൻ പറ്റില്ല, അത് പരിഹരിക്കാൻ പറ്റില്ല നിലവിൽ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോഴാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കംപ്ലയിൻറ്റ് മനസ്സിലാക്കി അതെന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അത് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രീതിയിലേക്ക് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്.